ഇസ്രയേലിനായി അമേരിക്ക നടത്തുന്ന സമാധാന ചർച്ച എന്ന പേരിലെ ചതികൾ തുടരുകയാണ്. ഇസ്രയേൽ ഇപ്പോഴും നിർബാധം ഫലസ്തീനികളെ കൊല്ലുന്നതും തുടരുകയാണ്, ബോംബിട്ടുകൊണ്ടിരിക്കുകയുമാണ്. ഇനി രണ്ടാം ഘട്ട ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ ചർച്ചയിൽ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നത് സംബന്ധിച്ചാണ് കൂടുതലും ചർച്ചകൾ ഉണ്ടാവുക. ഇത് പൂർത്തിയാകുന്നതോടെ അടുത്ത ഘട്ട അജണ്ടകളും നടപ്പിലാക്കപ്പെടും. എന്താണോ ഹമാസ് പറ്റില്ലെന്ന് പറഞ്ഞത് അവ തന്നെ അവിടെ സ്ഥാപിക്കും. നിരായുധീകരിക്കപ്പെടുക എന്നതിനർത്ഥം പിന്നീട് ചെറുത്തുനിൽപ്പിന്റെ ശേഷിയില്ലാതെയാക്കുക എന്നത് തന്നെ. ടോണി ബ്ലെയറിനെ വെച്ചുള്ള ടൂറിസം കൊളോണിയൽ പദ്ധതിയോ അതല്ല അറബ് രാജ്യങ്ങൾ നേരിട്ടുള്ള ഭരണമോ ഒക്കെയായിരിക്കും അവിടെ സംഭവിക്കുക. ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം ഇപ്പോഴും നടന്നിട്ടില്ല. ഈജിപ്തിന്റെ റഫ അതിർത്തി വഴിയുള്ള സഹായ ട്രക്കുകളെയും സന്നദ്ധ പ്രവർത്തകരെയും ഇപ്പോഴും കയറ്റിവിടാൻ ഇസ്രയേൽ താൽപ്പര്യം കാണിക്കുന്നില്ല. ഗാസയുടെ 58% ഇപ്പോഴും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. എല്ലാം ഇസ്രയേലിന്റെ അണ്ടർ കൺട്രോളിൽ തന്നെ. അതിനിടെ അങ്ങിങ്ങായി ഏറ്റുമുട്ടലുകളും നടക്കുന്നു. ഇതിൽ 2 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇക്കാരണം കൊണ്ടാണ് വേണ്ടി വന്നാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്നും അതല്ലെങ്കിൽ ഇസ്രയേലിന് പരിപൂർണ നശീകരണത്തിന് അനുമതി നൽകുമെന്നുമെല്ലാം ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ ചർച്ചാ ചതിയിലൂടെ തങ്ങളുടെ ബന്ദികളാക്കപ്പെട്ട ഇസ്രയേൽ സൈനികരെയും പൗരന്മാരെയും വിട്ടുകിട്ടുക എന്നത് മാത്രമായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം. ഒരിക്കലും ഹമാസിനെ ആക്രമിച്ച് അവരുടെ കയ്യിലുള്ള ബന്ദികളെ കണ്ടെത്തി മോചിപ്പിക്കുകയായിരുന്നില്ല ഇസ്രയേൽ എന്നത് ഇവിടെ പ്രത്യേകം ഓർക്കണം. ഒരാഴ്ച കൊണ്ട് ഗസ കീഴടക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയ യുദ്ധം നീണ്ടത് 2 വർഷമാണ്. അതിനിടെ പല തവണകളിലെ ചർച്ചകളുടെ ഫലമായി ബന്ദികളെ അല്പാൽപമായി മോചിപ്പിച്ചു. ഹമാസ് തലവനായിരുന്ന യഹ്യ സിൻവാർ പറഞ്ഞ പോലെ ഹമാസുമായി ചർച്ച ചെയ്യാതെ ഇസ്രയേലിന്റെ ഒരു ബന്ധിയെയും വിട്ടുതരില്ലെന്ന വാക്ക് അക്ഷരം പ്രതി പുലരുന്നതാണ് നാം കണ്ടത്. ആ ചർച്ച നടന്നു. ബന്ധികളെ ഇസ്രയേൽ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ലോകത്തിനു നൽകിയ ഉറപ്പുകൾ നിരന്തരം ലംഘിക്കുകയാണ് ഇസ്രയേൽ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇസ്രയേൽ തന്നെ ഗാസയിൽ ഇറക്കിയ ആയുധധാരികളായ കൊള്ളസംഘമാണ് ഗാസയിൽ അരക്ഷിതാവസ്ഥ തീർക്കുന്നത്. കണ്ണിൽ കണ്ടവരെയെല്ലാം ഇസ്രയേൽ ആക്രമിക്കുന്നു. ഗസക്കാരുടെ പാർപ്പിടങ്ങൾ ഈ ക്രിമിനൽ സംഘങ്ങൾ പിടിച്ചെടുക്കുന്നു. ഗസക്കാർക്കിടയിലേക്ക് അവരെ മയക്കുമരുന്നിന്റെ ഇരകളാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിൽ ലഹരി ഒഴുക്കുന്നു. ക്രമസമാധാനം തകർക്കാൻ ആസൂത്രിതവും ഗൂഢവുമായ നീക്കങ്ങൾ നടക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചർച്ച എന്ന പേരിലെ ഗൂഢമായ പദ്ധതികളും ഒരുങ്ങുന്നു. വെടിനിർത്തലിന് ശേഷവും ഗാസയിൽ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 10-നാണ്. എന്നാൽ ഇന്നുവരെ ഔദ്യോഗിക കണക്ക് പ്രകാരം 99 പേർ കൊല്ലപ്പെട്ടു എന്നാണെങ്കിലും ഈ കണക്കുകളിൽ വൻ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്തിന് ഒക്ടോബർ 19-ന് മാത്രം 44 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇനി നടക്കുക അറബ് രാജ്യങ്ങൾ നയിക്കുന്ന അന്താരാഷ്ട്ര ട്രാൻസിറ്റ് അതോറിറ്റിയുടെ ഭരണമായിരിക്കും. ടോണി ബ്ലെയർ തന്നെ വരുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ആര് വന്നാലും പിന്നീട് ഫലസ്തീൻ അതോറിറ്റിക്ക് അഥവാ PAക്ക് അധികാരം കൈമാറും. ഹമാസ് ഇക്കാര്യം അംഗീകരിക്കുന്നില്ല എന്നതും പ്രത്യേകം ഓർക്കണം. റൂട്ട് കോൺഫ്രണ്ടേഷനുകൾ അഥവാ ഹമാസ് വേഴ്സസ് ക്ലാൻസ് ആൻഡ് മിലീഷ്യകൾ ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും ഗാസയിൽ ഹമാസ് നിയന്ത്രണം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ പുതിയ പോലീസ് ഫോഴ്സിന് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള പരിശീലനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഗാസയിൽ പരിപൂർണമായും ഈജിപ്ത് നിയന്ത്രണത്തിലുള്ള ഫോഴ്സ് ഇറങ്ങുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള സംഘർഷങ്ങളുടെ ഭാവിയും സംഘർഷവും ഏത് രൂപത്തിലേക്ക് പരിണാമപ്പെടും എന്നതും കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ ഒരിക്കലും സമാധാനം സ്ഥാപിക്കപ്പെടില്ല എന്നുറപ്പാക്കുവാനുള്ള ഗൂഢപദ്ധതികളാണ് ഒരുങ്ങുന്നത്.